നൂറ്റാണ്ടിന് ശേഷം വീണ്ടും ഒരു താലികെട്ട് ഗുരുവായൂർ നടയിൽ നടന്നപ്പോൾ മാതാപിതാക്കളുടെ വിവാഹം കണ്ട് മനം നിറഞ്ഞ് മകൾ. തൃശൂർ മണലൂർ സ്വദേശികളായ ഷൈനൻ, ലജിന ദമ്പതികളുടെ വിവാഹമാണ് മകളുടെ ആഗ്രഹപ്രകാരം ആചാരപൂർവ്വം വീണ്ടും നടത്തിയത്. മണലൂർ സ്വദേശി ഷൈനന്റെയും ഭാര്യ ലജിനയുടെയും വിവാഹമാണ് 25 വർഷങ്ങൾക്കിപ്പുറം ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടന്നത്. മുൻകൈയെടുത്തത് 24-കാരിയായ മകൾ അയോമി. മണ്ഡപത്തിൽ വെച്ച് താലികെട്ടും മാലയിടലും സിന്ദൂരം ചാർത്തലും നടന്നു. ക്ഷേത്രനടയിലെ ചടങ്ങിന് ശേഷം വീട്ടിലെത്തിയ ദമ്പതികൾക്ക് നിലവിളക്ക് നൽകി സ്വീകരണം. വർഷങ്ങളായുള്ള മകളുടെ ആഗ്രഹമായിരുന്നു മാതാപിതാക്കൾ നിറവേറ്റിയത്. കരാട്ടെ, ജൂഡോ അധ്യാപകനായ ഷൈനൻ 25 വർഷം മുൻപാണ് ലജിനയെ 13 വർഷത്തെ പ്രണയത്തിനൊടുവിൽ സ്വന്തമാക്കുന്നത്. തൃക്കുന്നത്ത് ക്ഷേത്രത്തിൽ വെച്ച് 2000 ജനുവരി 28-നായിരുന്നു ഇവരുടെ വിവാഹം. 2000 ജനുവരി 28-ാം തീയതിയായിരുന്നു ഞങ്ങളുടെ വിവാഹം. നമ്മുടെ തൃക്കുന്നത്ത് ശിവക്ഷേത്രത്തിലാണ് വിവാഹം കഴിഞ്ഞത്. മകളുണ്ടായതിന് ശേഷം മകള് വളരെ ചെറുപ്പത്തിൽ തന്നെ പറയും, അച്ഛൻ്റെ അമ്മയുടെയും വിവാഹത്തിന് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളൊരു 10-15 വർഷം കഴിഞ്ഞിട്ട് ഒരു വിവാഹം കഴിക്കണം എന്ന് അവളുടെ ആവശ്യപ്രകാരം. അയോമി എന്നാണ് പേര്. അവൾ ബാംഗ്ലൂർ മെഡിക്കൽ കോഡിങ് ജോലി ചെയ്യുന്നു, ബാംഗ്ലൂർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അവളുടെ ഒരു താല്പര്യപ്രകാരമാണ് അത്. വളരെ നാളുകളായിട്ട് ചെയ്തു. അങ്ങനെ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ ആ 25 വർഷത്തിൽ ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ ഒരു ഗുരുവായൂർ വെച്ചിട്ട് തന്നെ ഇങ്ങനൊരു ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അത് തന്നെയല്ല, നമ്മളന്ന് അന്ന് ഉണ്ടായിരുന്ന കോസ്റ്റ്യൂം, അതായത് അന്നത്തെ ഡ്രസ്സുകൾ തന്നെയാണ് ഇപ്പോൾ ഈ 25ാമത്തെ ഇത് പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച കോസ്റ്റ്യൂം. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള 25 കൊല്ലം കഴിഞ്ഞിട്ടും അത് അങ്ങനെ തന്നെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 25ാമത്തെ കൊല്ലം നമ്മൾ ഗുരുവായൂർ വെച്ചിട്ട് ഇത് ചെയ്തു. ഇത് ഒരാളും ഇൻഫോം ചെയ്തിട്ടില്ല, ഒരാളോടും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ ഇങ്ങനൊരു സംഭവം ചടങ്ങ് ഇങ്ങനെ ചെയ്തു. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തി. മകൾ അയോമിക്ക് ചെറുപ്രായത്തിൽ വിവാഹ ഫോട്ടോ ആൽബം കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ മാത്രം കാണാനില്ല എന്ന് പറഞ്ഞ് കരയുമായിരുന്നു. അടുത്ത കല്യാണത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു അത്രേ പതിവ്. 10ലും കഴിഞ്ഞില്ല, 15ലും അങ്ങനെ നടന്നില്ല, 20ലും നടന്നില്ല, 25 ഇപ്പം ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് കല്യാണം എനിക്ക് കാണണം എന്നൊന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് നിങ്ങളിങ്ങനെ പതുക്കെ ചെറുതിലോട്ടേ ഇങ്ങനെ പറഞ്ഞേക്കണല്ലേ. അപ്പോൾ പതുക്കെ ഇപ്പം ഞാൻ വലുതായപ്പോൾ ഞാനിങ്ങനെ ഒരാഗ്രഹം മുന്നോട്ട് വെച്ചപ്പോൾ അച്ഛന് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല, അമ്മ തീരെ സപ്പോർട്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ കുറേ പറഞ്ഞ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തു. അപ്പോഴാണ് ബുക്ക് ചെയ്ത് പ്രിൻ്റ് ഔട്ട് കാണിച്ചു കൊടുത്തപ്പോഴാണ് അമ്മ ഇത് വേണോ എന്ന് ചോദിച്ചായിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് രണ്ടുപേരും ഓക്കെ പറഞ്ഞു. ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എല്ലാവർക്കും ഒരു സർപ്രൈസായിട്ട് ഞാൻ വെച്ചതാണ്. ഞാനും അമ്മയും അച്ഛനും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒരാൾക്കും അറിയണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് അമ്മയുടെ അച്ഛൻ്റെയും കല്യാണം കാണാനായിട്ട് ഒരു ഭാഗ്യമുണ്ടായി. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന മകൾ അയോമി മാതാപിതാക്കളെ അറിയിക്കാതെയാണ് വിവാഹത്തിനായി ബുക്കിംഗ് നടത്തിയത്. അമ്മയുടെ ഭാഗത്തു നിന്ന് ആദ്യം എതിർപ്പുണ്ടായെങ്കിലും മകളുടെ ആഗ്രഹം നിറവേറ്റണമെന്ന പിതാവിന്റെ നിലപാട്. ബന്ധുവായ സുധർമ്മൻ ചിരുകണ്ടത്ത്, മകളുടെ സുഹൃത്തുക്കളായ അപർണ, ലക്ഷ്മി എന്നിവരാണ് ഷൈനന്റെയും ലജിനയുടെയും വിവാഹത്തിൽ പങ്കെടുത്തത്. ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ. ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കാഷ്വാലിറ്റി, ഫാർമസി, ECG, ആംബുലൻസ്, നഴ്സിംഗ് സേവനങ്ങൾ 24 മണിക്കൂറും ലഭിക്കുന്നു. എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട. ഓട്ടോമാറ്റിക് മിഷണറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം. ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൽ ഉണ്ട്. റൈഗൽ മെഡിക്കെയർ ഹോസ്പിറ്റൽ, കോസ്മോ ബിൽഡിംഗ്, മുത്തുള്ളിയാൽ. For enquiries and bookings, contact 7994223356, 7994423356.